വിമാനം തകർന്നു വീഴുന്ന കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖ്രയിലേക്ക് പോയ സൗര്യ എയർലൈൻസ് വിമാനത്തിലുണ്ടായിരുന്നത് 19 പേർ. അപകടം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി നേപ്പാൾ സർക്കാർ. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, കഴിഞ്ഞ വർഷമുണ്ടായ ഒരു വലിയൊരു വിമാന അപകടത്തിന്റെ നടുക്കം നമ്മളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അന്ന് 72 പേരുമായി തകർന്നു വീണ വിമാനത്തിൽ നിന്ന് 68 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുണ്ടായി. സമാനമായ വലിയൊരു അപകടമാണോ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്? രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു അവിടെ? അപകടം വളരെ വലുത് തന്നെയാണ്. ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നു പൊങ്ങിയ സൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വിമാനത്തിൽ 19 പേർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന വിവരം 6 പേർ മരിച്ചു എന്നുള്ളതാണ്. 6 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. അത് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫിനിടെ പറന്നു പൊങ്ങുന്നതിനിടെയാണ് വിമാനം തെന്നിമാറിയത്. തെന്നിമാറിയ ഉടൻ തന്നെ വിമാനം കത്തിപ്പടരുകയായിരുന്നു. വിമാനത്തിൽ തീ പിടിക്കുകയായിരുന്നു. 5 മൃതദേഹങ്ങൾ ആദ്യം കണ്ടെടുത്തു. 6ാമത് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് സൗര്യ എയർലൈൻസിന്റെ ജീവനക്കാരുമായി പോയ വിമാനമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഴുവൻ പേരും ജീവനക്കാർ തന്നെയാണ്. യാത്രക്കാരും അതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന വിവരം. ഇത് ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. വിമാനത്താവളത്തിന് അടുത്തായതിനാൽ ഇവർക്കെല്ലാം വേഗം എത്താൻ കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും വിമാനം തകർന്നു വീണ ഉടൻ തന്നെ തീ പിടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് നേപ്പാളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി ശ്രീജിത്ത്, എന്താണെങ്കിലും അത്യന്തം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. അല്ലെങ്കിലും ഈ വിമാന അപകടങ്ങളെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നതും സങ്കടം നൽകുന്നതുമായ വാർത്തകൾ തന്നെയാണ്. വിമാന അപകടം എന്നല്ല, ഏത് അപകടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ വിമാന അപകടമാകുമ്പോൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് ഈ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം എന്താണെങ്കിലും പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ മരണങ്ങളും സ്ഥിരീകരിക്കപ്പെടുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.